വിശ്വാസത്തിനൊപ്പം ഒരുമയുടെയും നേർക്കാഴ്ചയായി കണ്ണൂർ ചൂളിയാട് നിവാസികളുടെ ഓമനക്കാഴ്ച. പയ്യാവൂർ ശിവക്ഷേത്രത്തിലെ ഊട്ടുത്സവത്തിന്റെ ഭാഗമായാണ് പഴക്കുലകൾ ചുമലിലേന്തിയുള്ള ഓമനക്കാഴ്ച നടന്നത്. 15 കിലോമീറ്റർ നടന്ന ക്ഷേത്രത്തിലെത്തി പഴക്കുലകൾ സമർപ്പിക്കുന്നതാണ് ചടങ്ങ്. വാരിത്തണ്ടിന്റെ രണ്ടറ്റങ്ങളിലും പഴക്കുലകൾ, വെളുത്ത വസ്ത്രമണിഞ്ഞ 1000-ലേറെ പുരുഷന്മാർ, ഉച്ചസ്ഥായിലാവുന്ന ചെണ്ടമേളം. വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും തുടർച്ചയിൽ ഒരു നാടൊന്നാകുന്നതിന്റെ കാഴ്ചയാണ് പയ്യാവൂർ ശിവക്ഷേത്രത്തിലെ ഊട്ടുത്സവത്തോടനുബന്ധിച്ചുള്ള ചൂളിയാട് നിവാസികളുടെ ഓമന കാഴ്ച. മലയാളികൾക്കൊപ്പം കുടക് ജനതയും പങ്കാളികളാകുന്ന ഉത്സവമാണ് പയ്യാവൂർ ഊട്ടുത്സവം. കുടകിൽ നിന്ന് കാളപ്പുറത്ത് അരിയുമായി ആളെത്തുന്നത് മുതലാണ് ഇവിടെ ഉത്സവാരംഭം. കുംഭമാസം 1-ന് ആരംഭിക്കുന്ന ഉത്സവത്തിന്റെ സമാപന ദിവസമായ കുംഭം 10-നാണ് ഓമനക്കാഴ്ച. ചൂളിയാട് പ്രദേശത്തെ പുരുഷന്മാരുടെ പേരിൽ 2 വീതം വാഴക്കുലകളാണ് ഓമനക്കാഴ്ചയിൽ ഉണ്ടാവുക. വ്രതശുദ്ധിയോടെ ശേഖരിച്ച വാഴക്കുലകൾ കുംഭം 6-ന് തൈവളപ്പ്, നല്ലൂർ, തടത്തിൽക്കാവ്, ചമ്പോച്ചേരി, മപ്പുപുരക്കൽ എന്നിവിടങ്ങളിലെ 5 കുഴികളിൽ പഴുക്കാൻ വെക്കും. 9-ന് രാവിലെ കുലകൾ പുറത്തെടുത്ത് പ്രത്യേക പന്തലുകളിൽ തൂക്കിയിടും. കുംഭം 10-ന് രാവിലെ തടത്തിൽക്കാവിൽ നിന്നും ഈ കുലകളും ചുമലിലേറ്റി ഓമനക്കാഴ്ച പയ്യാവൂരിലേക്ക് പുറപ്പെടും. 15 കിലോമീറ്റർ ദൂരം കാൽനടയായാണ് കാഴ്ച ക്ഷേത്രത്തിലെത്തുക. ഒരു വറുതിക്കാലത്ത് പയ്യാവൂരിലെ ഊട്ടുത്സവം മുടങ്ങിപ്പോയെന്നും പരമശിവൻ പ്രത്യക്ഷപ്പെട്ട് കുടക് നാട്ടിൽ നിന്നും അരിയും, ചേടിച്ചേരിയിൽ നിന്ന് ഇളനീരും, കൂനത്ത് നിന്ന് മോരും, ചൂളിയാട് നിന്ന് പഴവും എത്തിച്ച് ഊട്ട് നടത്താൻ ആവശ്യപ്പെട്ടുമെന്നുമാണ് വിശ്വാസം. അതിന്റെ ഓർമ്മയിലാണ് ഇന്നും പഴക്കുലകൾ പയ്യാവൂരപ്പന് സമർപ്പിക്കാൻ ഓമനക്കാഴ്ച നടത്തുന്നത്. ചൂളിയാട് പ്രദേശത്തെ മുഴുവൻ ആളുകളും ഒത്തുചേരുന്നതും എല്ലാ വീടുകളിലും വിഭവസമൃദ്ധമായ ഭക്ഷണമൊരുക്കി അതിഥികളെ സൽക്കരിക്കുന്നതും ഓമനക്കാഴ്ചയുടെ മറ്റൊരു സവിശേഷതയാണ്. ന്യൂസ് മലയാളം, കണ്ണൂർ.